ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 45. രാഗകൃത കൃഷ്ണധ്യാനം. ഭൈരവാദി രാഗങ്ങൾ ശ്രീകൃഷ്ണരൂപത്തിന്മേൽ എവിടെയെല്ലാം ദൃഷ്ടി പതിപ്പിച്ചുവോ അവിടെ നിന്ന് ആ ദൃഷ്ടി തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അവർ ഭഗവാന്റെ രൂപസൗന്ദര്യത്തെ വർണ്ണിച്ച് പാടാൻ തുടങ്ങി. ഭൈരവൻ ഭഗവാന്റെ ജാനുദ്വയത്തെയും മേഘമല്ലാരൻ പീതാംബരത്താൽ മറയ്ക്കപ്പെട്ട ഊരുദ്വയത്തെയും ദീപരാഗം ഹരിപദത്തെയും മാലകോശൻ കടിത്തടത്തെയും ശ്രീരാഗം നാഭിപ്രദേശത്തെയും ഹിന്ദോളരാഗം ഉദരത്തിലെ രോമാവലി രേഖയെയും ഭൈരവീരാഗത്തിൻ്റെ രാഗിണിമാർ പീതാംബരത്തെയും ഭൈരവപുത്രന്മാർ ലോകത്തെ താങ്ങി നിർത്തുന്ന ചതുർബാഹുക്കളെയും, അതായത് ഭഗവാന്റെ കൈകളെയും, മേഘമല്ലാര രാഗിണിമാർ ഭഗവാന്റെ ചുണ്ടുകളെയും അധരത്തെയും, മേഘമല്ലാരപുത്രന്മാർ പൂനിലാവ് പോലുള്ള വെട്ടിത്തിളങ്ങുന്ന ഭഗവാന്റെ ദന്തസമൂഹത്തെയും, അതായത് പല്ലുകളെയും, ദീപരാഗിണിമാർ കരുണാപീയൂഷം വാർന്നൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകളെയും, ദീപകപുത്രന്മാർ പുരികക്കൊടികളെയും, മാലകോശരാഗിണിമാർ മനോഹരമായ കവിൾ തടങ്ങളെയും, മാലകോശപുത്രന്മാർ സ്വർണ്ണകുണ്ടലങ്ങളെയും, ശ്രീരാഗിണിമാർ എള്ളിൻ പൂവൊത്ത ഭഗവാന്റെ മൂക്കിനെയും, രാഗപുത്രന്മാർ പീലിക്കിരീടം, പീതാംബരം, കുണ്ടലങ്ങൾ, കയ്യിൽ വേണു, കാലിക്കോൽ എന്നിവ ധരിച്ച ഗോപസൂനുവിനെയും, ഹിന്ദോളരാഗിണിമാർ ഗോപവധുക്കൾക്ക് രോമാഞ്ചമണിയിക്കുന്ന വനമാലയെയും, ഹിന്ദോളപുത്രന്മാർ പാപഹാരിയായ അഖില ജഗന്നാഥനെയും പുകഴ്ത്തുകയും മനസ്സുകൊണ്ട് സ്മരിക്കുകയും ചെയ്തു. രാഗങ്ങൾ ചെയ്ത ഈ സ്തുതി, അതായത് രാഗങ്ങളാണ് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചത്. ഈ സ്തുതി ഭഗവാന്റെ ഭക്തർ ആരെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നവർക്ക് ഭഗവാൻ നേത്രഗോചരമാകും എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ദർശനം ലഭിച്ച ദേവഗണങ്ങളോടുകൂടെ രാഗങ്ങളും സ്വന്തം വാസസ്ഥലങ്ങളിലേക്ക് പോയി. ഭഗവാനാകട്ടെ ദാരുകൻ തെളിച്ചതും സുഗ്രീവാദിഹയങ്ങളെ ബന്ധിച്ചതും ഗരുഡധ്വജത്തോടു കൂടിയതുമായ രഥത്തിൽ ദ്വാരകാപുരിയിലേക്ക് പോയി ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഹരേ കൃഷ്ണ.